ഞാൻ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? എനിക്കാരും പൈസ തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ അധ്വാനിച്ച് തന്നെയാണ് സുവിശേഷ വേല ചെയ്തത്. എന്നാൽ പൂർണ്ണ സമയം നീ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാന്ന് കർത്താവ് പറഞ്ഞത് വഴി ഞാൻ ഇന്ന് അങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഞാൻ സമ്പന്നനല്ല. എനിക്ക് എന്താണ് അത്യാവശ്യം കാര്യങ്ങൾ, നടക്കാനുള്ള കാര്യങ്ങൾ ദൈവം തരുന്നതേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാ. നിങ്ങളെക്കാൾ എല്ലാവരെക്കാൾ ഉപരി പാപം ചെയ്ത ഒരു മനുഷ്യനാ പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകിക്കളഞ്ഞ് എന്നെ ശുദ്ധീകരിപ്പാന് ദൈവം തന്റെ പുത്രനെ യാഗം കഴിച്ചത് വഴി, ആ ക്രിസ്തു എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് മരിച്ചത് വഴി പ്രിയപ്പെട്ടവരെ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി മരിപ്പാൻ ലോകത്തിൽ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ലോകത്തിൽ ആരുമില്ല, ഇവണ്ണെ സ്നേഹിപ്പാന്. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആ സുവിശേഷം ഘോഷിക്കുന്നത്. നിങ്ങൾക്കൊരു ആശ്വാസം കൂടെ വരട്ടെ. എന്നാൽ ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം മാറിപ്പോയും പാപം അത്രയും നമ്മളെ ദൈവത്തിന് അകറ്റി കളയുന്നത്. എന്നാൽ പാപത്തിന്റെ ശിക്ഷ മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് തോന്നും യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റത് വഴി ദൈവത്തിന് മനുഷ്യനോട് പ്രസാദം തോന്നുകയും ദൈവത്തിന് മനുഷ്യനും തമ്മിലുള്ള നടുച്ചുവര് ഇടിച്ചു കളഞ്ഞ് ഏത് പാപിക്കും യാഗങ്ങളോ ബലികളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ നോയമ്പുകളോ ഒന്നുമില്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു വന്ന ഏകവിശ്വാസത്താൽ സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ ഒരു രൂപ പോലും ചെലവില്ലാതെ, നിന്റെ ശരീരത്തെ പീഡിപ്പിക്കാതെ, നിന്റെ കാലുകളെ പീഡിപ്പിക്കാതെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് സൗജന്യമായിട്ടുള്ള രക്ഷ സ്വന്തമാക്കുവാൻ ഹൃദയത്തെ താഴ്ത്തിക്കൊള്ളുവേൻ. ഹൃദയത്തിന് താഴ്മയില്ലാത്തതുകൊണ്ട് നമ്മൾ നശിച്ചു പോകുന്നു. അതേ നെഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ.